വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവയും പുലിയും ഏറ്റുമുട്ടി. കൽപ്പറ്റ പെരിന്തട്ടയിൽ ഇന്നലെ രാത്രിയാണ് കടുവയും പുലിയും ഏറ്റുമുട്ടിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. ദീപക് മോഹൻ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ദീപക് മോഹൻ, വന്യജീവികൾ ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുന്നതിന് വേറൊരു ഒരു ഭംഗിയുണ്ട്. കാര്യം വന്യമൃഗങ്ങൾ തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടലൊക്കെ സ്വാഭാവികമാണല്ലോ. എന്താണ് സംഭവിച്ചത് ദീപക്? ഈ ദൃശ്യങ്ങൾ ആർക്കെങ്കിലും പകർത്താൻ പറ്റിയിട്ടുണ്ടോ? അരുൺകുമാർ, ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള പെരിന്തട്ട എന്ന് പറയുന്ന ഈ തേയിലത്തോട്ടമൊക്കെയുള്ള ഈ മേഖലയിൽ കടുവയും പുലിയും ഏറ്റുമുട്ടിയത്. വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായിട്ടുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ കടുവയും പുലിയും ഒക്കെ ഏറ്റുമുട്ടുന്ന ഒരു സംഭവം ഇതാദ്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതൊക്കെ ഇന്നലെ രാത്രി 10 മണിയോട് കൂടി പെരിന്തട്ടയിൽ പുലിയും കടുവയും തമ്മിൽ ആക്രമണമുണ്ടായ സ്ഥലത്തുള്ള ചെറിയ ദൃശ്യങ്ങളാണ്. ഈ മേഖലയിലൊക്കെ തന്നെ പുലിയും കടുവയും ചേർന്ന് ഏറ്റുമുട്ടുന്നത് പ്രദേശവാസികളിൽ പലരും കണ്ടു. ആ നാട്ടുകാരൊക്കെ തന്നെ ഈ മേഖലയിലുണ്ട്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ആളുകൾ ശബ്ദം കേട്ട് ഈ ഭാഗത്തേക്ക് എത്തിയ സമയത്താണ് കടുവയും പുലിയുമാണ് എന്ന് മനസ്സിലായത്. ഈ സംഭവങ്ങളെല്ലാം കണ്ട പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ പ്രദേശത്തുള്ള ബെന്നി എന്ന് പറയുന്ന ആളും ഒപ്പം 2-3 ആളുകളും നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നു. ഇന്നലെ എപ്പോഴാണ് കണ്ടത്? എന്താ സംഭവം? ഒരു 10 മണിക്ക് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുണ്ട്, ഇവിടുത്തെ മുൻ വാർഡ് മെമ്പർ ഗിരീഷ്, പുള്ളിയും കൂടെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് അതിഭീകരമായൊരു ശബ്ദം കേൾക്കുന്നത്. അതൊരു എന്തോ മൃഗത്തെ പിടിച്ചു എന്നുള്ളത് നമുക്ക് ജാഗ്രതയുണ്ട്. കാരണം ഇവിടെ പുലി നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ പുലി ആയിരിക്കാം അതിന് പിടിച്ചത് എന്നുള്ളത് മനസ്സിലായി. അതിഭീകരമായ ശബ്ദമായിരുന്നു. കുറേ നേരം ആ ശബ്ദം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വന്ന് ഈ മരത്തിന് ചുവട്ട് നിന്ന് കുറച്ച് നേരം ഇതിൻ്റെ ശബ്ദം കേട്ട് വീക്ഷിച്ച് നിന്നു. അതിനുശേഷം ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇതിനെ വലിച്ച് ഈ റോട്ടിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇത് പന്നിയാണ്, പുലി ആയിരിക്കും പിടിച്ചത് എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് നേരം ഇടലും അതിൻ്റെ മേലെ കയറി കിടക്കുകയാണ് ചെയ്തത്. അതിൽ ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എണീറ്റപ്പോഴാണ് നമ്മളത് കടുവയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത്. അത് പിടിച്ചത് പന്നിയാണ് എന്നാണ് ഞങ്ങൾ കരുതിയത്. ഇതിനുശേഷം ഞങ്ങൾ ശബ്ദം കേട്ടപ്പോൾ കടുവ ഈ ചായത്തോട്ടത്തിലേക്ക് വീണ്ടും കയറി ഞങ്ങൾ ഇങ്ങോട്ട് ഈ പിടിച്ച മൃഗത്തെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ഇത് വീണ്ടും താഴേക്കിറങ്ങിയപ്പോൾ ഞങ്ങൾ ബാക്കോട്ട് പോവുകയും പിന്നെ അവിടെ നിന്ന് ഈ മൃഗത്തിന് ചുറ്റും ഈ ഇരയുടെ ചുറ്റും നടന്നു കുറച്ച് നേരം നടന്നതിന് ശേഷം കടുവ നടന്നപ്പോൾ നമുക്ക് ഉറപ്പിച്ചു ഇത് കടുവ തന്നെയാണെന്ന് ഉറപ്പിച്ചു. അപ്പോഴേക്കും നമ്മൾ RRTക്കാരൊക്കെ വിളിച്ചു. അവർ വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ വിളിച്ചു. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശബ്ദം കേട്ടതോടെ ഈ കടുവ മുകളിലേക്ക് പോയി. ഈ ഇര ഇവിടെ തന്നെ കിടക്കുകയാണ്. അത് ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഞങ്ങൾ പന്നിയെന്ന് വെച്ചാൽ അടുത്തേക്ക് വന്ന് ഈ സാധനം അങ്ങ് എണീറ്റപ്പോഴാണ് ഇത് പുലിയാണെന്ന് മനസ്സിലായത്. അതിൻ്റെ ശബ്ദമായിരുന്നു. അതിഭീകരമായിട്ടായിരുന്നു ശബ്ദം. നമ്മുടെ ഈ പ്രദേശവാസികളെല്ലാം ഇത് കേൾക്കുന്നുണ്ട്. ഇതെന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞങ്ങൾ 2 ആൾ മാത്രമേ ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി ഈ സമയത്ത് ഇതിലൂടെയൊക്കെ ആളുകളൊക്കെ പോകുന്നത് തീർച്ചയായിട്ടും ഒരു 12 മണിക്ക് ശേഷം വരെ ആളുകൾ അവരുടെ ജോലിയും കഴിഞ്ഞ് പ്രായമുള്ള ആളുകളടക്കം കൂടുതൽ പേർ ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്. ഇത് പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പുലിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അരുൺകുമാർ, അതായത് ഇവിടെ മുൻപൊക്കെ തന്നെ പുലിയെയൊക്കെ പിടികൂടിയ സ്ഥലങ്ങളാണ്. പുലിയുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. ഈ പുലിയും കടുവയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത് ഇതാദ്യമായാണ്. ഇവിടെ ഈ പ്രദേശത്ത് വനംവകുപ്പ് ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരിവിടെ എത്തി പരിശോധന നടത്തുന്നതിനിടയിൽ ഈ പുലിയുടെ ഒരു പല്ല് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം കടുവയും പുലിയും ഏറ്റുമുട്ടിയതിന്റെ പാടുകളുള്ള സ്ഥലങ്ങളുമുണ്ട്. ഏതായാലും പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം നിരവധി ആളുകളായി കടുവ മാത്രമല്ല പുലിയും കൂടെ ഇറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങിയാണ് കടുവയും പുലിയും കൂടി അടികൂടുന്നത്. എന്തോന്നപ്പാ ഇത്?